2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പിയിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു ഒഴുക്ക് പല പാർട്ടികളിൽ നിന്നും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഈ പറയുന്ന തരത്തിൽ LDFിൽ നിന്നും UDFിൽ നിന്നും ഒട്ടനേകം പേർ, പ്രവർത്തകർ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ നേതാക്കൾ ഉൾപ്പെടെ ഒരുപാട് പേര് ബി.ജെ.പിയിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പല മേഖലയിലും പേരെടുത്ത പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ ബി.ജെ.പിയിൽ ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പുതുതായി ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷവും അതിൽ ഒരു കുറവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ബി.ജെ.പിയിലേക്ക് ചേരുന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുക തന്നെയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊല്ലത്താണ് ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് അപ്രതീക്ഷിതമായിട്ട് പലരും ചേർന്നിരിക്കുന്നത്, പ്രമുഖരുൾപ്പെടെ. വികസിത കേരളം കൺവെൻഷൻ വേദിയിലാണ് കൊല്ലം ഈസ്റ്റ് ജില്ലയിൽ നിന്ന് നിരവധി പ്രമുഖർ ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നത്. കൊട്ടാരക്കര അവണൂർ സ്വദേശിയായ NB രാജഗോപാൽ, കോൺഗ്രസ് NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും ആയിരുന്നു ഇദ്ദേഹം. അതോടൊപ്പം തന്നെ സുധാകരൻ നായർ, തൃണമൂൽ കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കോൺഗ്രസ് കൊട്ടാരക്കര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് സുധാകരൻ നായർ. അതോടൊപ്പം തന്നെ CPIയിൽ നിന്നും സുകുമാരൻ K ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നു. അങ്ങനെ UDFിൽ നിന്നും അതോടൊപ്പം തന്നെ LDFിൽ നിന്നും പ്രമുഖരായിട്ടുള്ള ചില നേതാക്കളാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ എത്തി നിൽക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് മുഖ്യമന്ത്രിയായിട്ടുള്ള, അതായത് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്ന വ്യക്തിയാണ് NB രാജഗോപാൽ. കോൺഗ്രസിന്റെ NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്നു ഇദ്ദേഹമാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നത്. ഇദ്ദേഹത്തോടൊപ്പം തന്നെയാണ് മറ്റു രണ്ടു പേർ, അതായത് സുധാകരൻ നായരും തൃണമൂൽ കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് കോൺഗ്രസിന്റെ കൊട്ടാരക്കര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സുധാകരൻ നായരും CPIയിൽ നിന്നും സുകുമാരൻ Kയും ബി.ജെ.പിയിലേക്ക് ചേർന്നിരിക്കുന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. ഏതായാലും വരുന്ന തിരഞ്ഞെടുപ്പ്, അതായത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ പലരും, അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള പല നേതാക്കളും, പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ UDFിൽ നിന്നും അതോടൊപ്പം തന്നെ LDFിൽ നിന്നും ബി.ജെ.പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് ഇതൊരു തുടക്കം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, അതായത് ബി.ജെ.പിയിലേക്കുള്ള ഈ ഒരു ഒഴുക്ക്, അത് LDFിൽ നിന്നും UDFിൽ നിന്നുമുള്ള ഒഴുക്ക് ഇപ്പോഴും തുടരുന്നു. അതിൽ ഇനി ആരൊക്കെ LDFിൽ നിന്നും UDFിൽ നിന്നും ബി.ജെ.പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും, ഇതൊക്കെ എത്രത്തോളം ബി.ജെ.പിക്ക് വരുന്ന ഇലക്ഷനിൽ ഗുണകരമായി മാറുമെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.